ആ കുഞ്ഞിനെ ആരും അറിയാതെ നാൻസിയുടെ അച്ഛൻ അകലെയുള്ളൊരു ഓർഫനേജിന് കൈമാറി. അവിടെയുള്ളവർ ആ കുഞ്ഞിനെ ഷാരോൺ എന്ന് വിളിച്ചു. അച്ഛനും അമ്മയും ഇല്ലാതെ ഷാരോൺ വളർന്നു. നാൻസിയെ അവളുടെ പാരന്റ്സ് മറ്റൊരു വിവാഹം കഴിപ്പിച്ചയച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഷാരോണിന് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ നാൻസി അവളെ കാണാൻ വരികയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. ഇപ്പൊ ഷാരോണിന് 5 വയസ്സായ ഒരു മകനുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പ് അമ്മ നാൻസി മരണപ്പെട്ടു. എന്നിട്ട് ഇപ്പൊ ഷാരോൺ മകനെയും കൂട്ടി അവളുടെ പപ്പയെ കാണാൻ വന്നിരിക്കുക. അത് വിളിച്ചു. വില്ലൻ മറ്റേ പഴയ ഊട്ടിയിലെ സ്കൂളിലെ പയ്യനല്ലേ, തെണ്ടി. പക്ഷേ ഇതെങ്ങനെ നാടകം? ഊട്ടി അമേരിക്ക കാണിക്കണ്ടേ? ഇത് നാടകമല്ല, എന്റെ ജീവിതമാണ്. എന്റെ അമ്മയാണ് ഊട്ടിയിൽ പഠിച്ചിരുന്നത്. ഞാനാണ് ആ അമ്മയുടെ മകൾ ഷാരോൺ. അതാണ് എന്റെ മകൻ മിക്കി. ചെക്കനും കൊള്ളാം, കഥയും കൊള്ളാം. ഇത് നാടകത്തിനെ പറ്റിയുള്ള സ്വന്തം ജീവിതത്തിലുള്ളതാണെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? കാര്യമുണ്ട്. എന്റെ പപ്പ, നിങ്ങൾ ഈ പറയുന്ന വില്ലൻ, ഇവന്റെ അപ്പൂപ്പൻ, നിങ്ങളൊക്കെ ഇച്ച എന്ന് വിളിക്കുന്ന മൈക്കിളാണ്. മൈക്കിൾ അച്ഛനാ? നിങ്ങളുടെ പപ്പേ? ഇവന്റെ അപ്പൂപ്പനാ?